ഹലോ ഗൈസ്, ഇന്ന് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. എങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. നമ്മൾ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ തന്നെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക. ഞാനിവിടെ ജസ്റ്റ് ഹൗസിൻ്റെ എൻ്റെ ഉള്ള മോയ്സ്ചറൈസറാണ് ഇടുന്നത്. നിങ്ങളിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇടുക. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ പാൻ സ്റ്റിക്കാണ്. ഇത് നമ്പർ വന്നിട്ട് 27 ആണ്. അപ്പോൾ ഇതാണ് 26ഓ 27ഓ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ യൂസ് ആക്കുന്നത് ഇവിടെ 27ൻ്റെ പാൻ സ്റ്റിക്കാണ്, ഓയിൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ ഫിൽറ്റർ കിടന്നുകൊണ്ട് നേരെ മനസ്സിലാക്കാം, ഫേസ് നേരെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മാറ്റി, ഞാൻ അറിഞ്ഞില്ലത്, സോറി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ചിലർ ഐബ്രോവും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇതിടും, എന്നിട്ട് ഐബ്രോ വരച്ചെടുക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഐബ്രോ വരയ്ക്കുന്നതിൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. ബ്ലെൻഡ് ചെയ്യാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എനിക്ക് സ്പഞ്ച് ഇട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കഴുത്തിലൂടെ ഇട്ട് കൊടുക്കണം. അല്ല കഴുത്തിൽ വേറൊരു കളർ, മുഖത്ത് വേറൊരു കളർ ആയിപ്പോവും. അത് വിട്ടുപോയി. അപ്പോൾ ഇനി അടുത്ത ലെയറായിട്ട് ഇടുന്നത് ഈ യെല്ലോ പാൻ കേക്കാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ കുറച്ച് വെള്ളം നനച്ചിട്ട് പിന്നെ ഈ പാൻ കേക്കിലൊന്ന് ഇങ്ങനെ എടുക്കണം, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ഫേസിലിട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തിട്ടാലും കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ യെല്ലോ പാൻ കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 7 തന്നെ പാൻ നേരത്തെ ഇട്ട് കൊടുത്തില്ലേ, പാൻ സ്റ്റിക്ക്, അതിൻ്റെ പാൻ കേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും വെള്ളം നനച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ നല്ല വെള്ളം നനയ്ക്കുക. അതിന് ശേഷം ഇതിങ്ങനെ എടുക്കണം, കണ്ട. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആയിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. റെഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. റെഡ് ആകുമ്പോൾ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നല്ല മജന്ത ഷെയ്ഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. എന്താണെന്നറിയത്തില്ല, നേരിട്ട് കാണുന്ന കളർ ഈ ഫോണിൽ വരുന്നില്ല. ഫിൽറ്റർ കിടപ്പുണ്ട്, പക്ഷെ ഫിൽറ്റർ വിവിഡാണ് നടക്കുന്നത്. പക്ഷെ അത് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പകുതി വെച്ചിട്ട് ഒരു ഓറഞ്ച് കളറും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതില്ലിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരണതൊക്കെ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഇത് ക്യാമറയിൽ വലുതായിട്ട് ഇത് അറിയാൻ പറ്റണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ണൂടെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ഗ്ലിറ്റർ ഉണ്ട്. ആ ഗ്ലിറ്റർ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതാണ് സംഭവം, ഗോൾഡ് ഗ്ലിറ്റർ ടച്ച് ആൻഡ് ഫിനിഷ്. അതായത് ഫേസ് ഇലുമിനേറ്റർ പൗഡറാണ്, ഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതും കൂടെ ഞാൻ ചെറുതായിട്ട് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഞാൻ ഐസിൽ ഞാൻ അതും കൂടെ കൊടുക്കും. ഓക്കെ, ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കളയും. പക്ഷെ അത് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടും. ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് ക്യാമറയിൽ നോക്കി കണ്ണ് എഴുതാനാണ് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഞാൻ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറി. അപ്പോൾ
നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. വാലൊക്കെ നല്ല നീട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. താഴത്തെ കണ്ണ് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ഒരു കരി ഉണ്ടല്ലോ, ഇത് വെച്ച് താഴത്തെ കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ ഐലൈനർ വെച്ച് കുറച്ച് തിക്കായിട്ട് താഴെ വരയ്ക്കണേ. താഴെ കൂടെ വരച്ച് വന്നിട്ട് നമുക്ക് ആ ടിപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കും. ഒരുവിധം കണ്ണ് ഞാൻ എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ണും കൂടെ ഇതുപോലെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഫസ്റ്റ് കാണിച്ചിട്ട് ഒരു ഫേസ് ഇലുമിനേറ്റർ. അപ്പോൾ അത് ഗോൾഡൻ കളർ, അത് ഞാൻ കവിളിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കവിളിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ മൂക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇടുന്നുണ്ട്, പിന്നെ താടിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഈജിപ്ഷ്യൻ ഡാർക്ക് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അത് വെച്ചാണ് കോൺട്രിങ് ചെയ്യുന്നത്. പക്ഷേ അതെൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ളൊരു കൺസീലർ വെച്ചിട്ട് അതിൻ്റെ ആ കൺസീലറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അത് വെച്ച് ഈ രണ്ട് മൂക്കിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ് മൂക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് തൽക്കാലത്തേക്ക്. പക്ഷെ മറ്റേത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതിന് ശേഷം എന്താണ്, ബ്ലഷ് ഇട്ട് കൊടുത്തു. ബ്ലഷ് ഇതാ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കവിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിന് ചുറ്റും ഈ ഒരു ബ്ലഷ് ഇട്ടിട്ട് അവിടെയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് അടുത്തത് ചെയ്തതേ. പിന്നെ നല്ല റെഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു ചുണ്ടിലായിട്ട്. അപ്പോൾ റെഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു വെട്ട് പോലത്തെ ഒരു ഷേപ്പുണ്ട്. അത് നന്നായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലിപ്പൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെറിയൊരു ഗ്ലിറ്ററുള്ള ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ലിപ് ഗ്ലോസ് എൻ്റെ ഞാൻ ഇപ്പോൾ യൂസ് ആക്കുന്ന ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറല്ല, ചെറിയൊരു പീച്ച് കളറാണ്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. ഏറ്റവും വലിയ ട്രാജഡി ആയത് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴാണ്. കാരണം എല്ലാ തവണയും ബഡ്സ് ഉപയോഗിച്ചാണ് ഐബ്രോസ് വരച്ച് കൊടുക്കുന്നത്. പക്ഷേ ബഡ്സ് എടുക്കാൻ മറന്നുപോയി, ബഡ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് സ്ലൈഡിൻ്റെ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് ഈ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ല. ഒന്നീ ബഡ്സ് അല്ലെങ്കിൽ ചെറിയ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിലും നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ലൈഡിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐബ്രോ നേരെ ചെയ്യാൻ പറ്റിയില്ല. അത് ചെറുതായിട്ടല്ല, ഒരു നല്ല രീതിയിൽ തന്നെ ഒന്ന് കുളവായി പോയി. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധം അതൊന്ന് സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് വന്നിട്ട് ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐബ്രോ ഒഴിച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് സെറ്റായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.